ഇനി നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് വാൾപേപ്പർ ഒന്ന് നോക്കിയാലോ. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹാർട്ട് വരച്ചിട്ട് അതിന് ചുറ്റും നമ്മൾ സ്പൈഡറിൻ്റെ വെബ് ഉണ്ടല്ലോ അതാണ് വരയ്ക്കുന്നത്. ഇത് ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ട്രേസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അതുപോലെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ വരച്ച് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കാനായിട്ട് പറ്റും. വരച്ച് തുടങ്ങിയൊരു പകുതിയോളായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പൈഡറിൻ്റെ വെബെല്ലാം ഒരേ ഡിസ്റ്റൻസിലായിരിക്കണം എന്നുള്ളതാണ്. ഓരോ സംഭവങ്ങളും ഡിസ്റ്റൻസ് ചെയ്തൊക്കെ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേക ഭംഗി ഇതിൽ കാണാനുണ്ടാവും. പെയിൻറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും എല്ലാം ഒരുപോലത്തെ തിക്നെസ്സിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂം മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണോ? എന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനി ഒരുപാട് വരാനുണ്ട്. ഇതിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് റൂം മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ട. നമുക്ക് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസിനെല്ലാം നല്ല സപ്പോർട്ട് തരിക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സംസാരിച്ചതേ നമ്മൾ പെയിൻറ്റിങ്ങിലെത്തിയിട്ടോ. ഞാൻ ഈ പെയിൻറ്റിങ്ങിൽ ഹാർട്ടിന് നല്ല ലൈറ്റ് പിങ്ക് കളറും അതുപോലെ ഹാർട്ടിന് ജസ്റ്റ് ഒരു ബോർഡറായിട്ട് ഡാർക്ക് പിങ്ക് കളറാണ് കൊടുക്കുന്നത്. ആ പിങ്ക് കളർ തന്നെയാണ് ഇതിന് ചുറ്റുമുള്ള വെബിനും ഞാൻ കൊടുക്കുന്നത്. മൊത്തത്തിൽ ചെയ്ത് വരുമ്പോൾ ഭംഗിയാണ്. ഓരോ കോർണേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് അത്യാവശ്യം വരയ്ക്കാൻ അറിയുന്ന ആൾക്കാർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാൾ പോസ്റ്ററാണ്. ഈ ഒരെണ്ണം മാത്രമല്ല, ഞാൻ ചാനലിൽ ഇട്ടിട്ടുള്ള വീഡിയോസിലുള്ള എല്ലാ വാൾ പോസ്റ്റേഴ്സും എല്ലാവർക്കും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വാൾ പോസ്റ്റേഴ്സിൻ്റെ ലോങ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്കിൽ പോയിട്ട് കാണാനായിട്ട് പറ്റും. ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. വാൾ പോസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇത്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട്. ആ ഒരു വീഡിയോക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. വാൾ പോസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മളെടുക്കുന്ന ഡിസൈൻസ് അതുപോലെ കളേഴ്സ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റൂമിന് ചേരുന്ന രീതിക്കുള്ള കളർ കോമ്പിനേഷനിൽ വരുന്ന വാൾ പോസ്റ്റേഴ്സ് സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂമിൽ വയ്ക്കുന്ന സമയത്ത് അതിലേക്ക് മാച്ച് ചെയ്ത് പോകാനും അത് റൂമിലൊരു പ്രത്യേക ലുക്ക് കൊടുക്കാനും ഹെൽപ്പ് ചെയ്യും. വരച്ച് നമ്മുടെ പെയിൻറ്റ് ചെയ്ത് നമ്മുടെ വാൾ പോസ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടേ.